മണ്ടൻ എന്ന് ലാലേട്ടൻ വിളിച്ച വ്യക്തി, കൂടെ ഒരു 100 ദിവസം ഒരു വീട്ടിൽ താമസിച്ച എല്ലാവരും മരമണ്ടൻ എന്ന് വിളിച്ചൊരു വ്യക്തി. ആ വ്യക്തിയെ ഇന്ന് കേരളം സ്വീകരിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? ഇതാ നോക്കിക്കോ. ആളുകളെ കളിയാക്കാൻ നടക്കുന്ന അല്ലെങ്കിൽ പുച്ഛിക്കാൻ നടക്കുന്ന കുറെ ഐറ്റങ്ങളെ നമ്മൾ കണ്ടിരുന്നു ഈ ബിഗ് ബോസ് ഹൗസിൽ. സോ അങ്ങനെയുള്ള കുറെ കണ്ണാപ്പികൾ ഇതൊക്കെ ഒന്ന് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആളുകളെ പുച്ഛിക്കാനിരിക്കരുത്. ഒരാളെയും അയാളുടെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അയാൾക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് അയാളെ വിലയിരുത്താൻ നിൽക്കരുത്. അയാൾ ചിലപ്പം സംസാരിക്കണ്ടായിരിക്കും, ചിലപ്പോൾ അയാളുടെ തലയ്ക്ക് മേലുള്ള ഭാഗ്യം മതി അയാളെ 10 പേരുടെ ഫ്രണ്ടിൽ ഒരു സ്റ്റാർ ആക്കാൻ. ഇത് എല്ലാവരും ഒന്ന് ഓർത്തിരുന്നാൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും എന്നാണ് ഈ എളിയവന് പറയാനുള്ളത്. അപ്പോ ഇതിപ്പം കൊച്ചിയിൽ നമ്മുടെ ജിൻഡോ ചേട്ടൻ വന്ന് ഇറങ്ങിയപ്പോ നടന്നൊരു പരിപാടിയാണ്. ആൾക്കാരെ കൊണ്ട് അങ്ങ് നിറഞ്ഞു കൊച്ചി എയർപോർട്ട് എന്നാണ് ഞാനിപ്പോ ലാസ്റ്റ് അറിഞ്ഞത്. ഇനിയിപ്പോ ഇത് കഴിഞ്ഞിപ്പോ എത്തിയുള്ളൂ ജിൻഡോ ചേട്ടൻ. ഇന്ന് രാത്രി തന്നെ അഡ്ലക്സ് കൺവെൻഷൻ സെന്റർ നമ്മുടെ അങ്കമാലിയിൽ എന്തോ ഒരു ചെറിയ പരിപാടി ഉണ്ടെന്നൊക്കെ അറിയുന്നുണ്ട്. അപ്പൊ അതൊക്കെ അങ്ങനെ നടക്കട്ടെ. ഞാൻ വേറെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ഞാൻ നേരത്തെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആൾക്കാർ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി അത് കാണുക. അപ്പൊ അതിനകത്ത് ഞാൻ നമ്മുടെ ജിൻഡോ ചേട്ടൻ ഇന്ന് ഈ കൊച്ചിയിൽ എത്തുന്നതിന് മുന്നേ ചെന്നൈയിൽ നിന്ന് പുള്ളി താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു കുഞ്ഞു ബൈറ്റ് എടുത്തിട്ട് ഒരു ചെറിയ ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീണ്ടും അതിവിടെ വെക്കുന്നില്ല, പോയി കാണുക നിങ്ങള്. അപ്പൊ അത് കഴിഞ്ഞ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി എയർപോർട്ടിൽ എത്തിയപ്പോഴൊക്കെ ഹോട്ടലിൽ നിന്ന് ജിൻഡോ ചേട്ടന്റെ കൂടെ വരാനും ഋഷി എന്ന് പറയുന്ന ആ വ്യക്തി ഉണ്ടായിരുന്നു കൂടെ. പുള്ളി മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കണ്ടപ്പോഴൊക്കെ ജിൻഡോ ചേട്ടൻ്റെ കൂടെ ഇരുന്ന് കാറിലേക്ക് ഇരുന്ന് വന്നത് ഋഷി ആയിരുന്നു. ഋഷി എയർപോർട്ടിൽ വന്നപ്പോഴും ഫുൾ ടൈം ജിൻഡോ ചേട്ടനോട് ഉണ്ടായിരുന്നു. ജിൻഡോ ചേട്ടൻ തന്നെ മറ്റേ കളിയാക്കുമ്പോഴൊക്കെ ട്രോളുമ്പോഴൊക്കെ കൂടെ ഇരുന്ന് പൊക്കാനായിട്ട് ഋഷിയെ ഞാൻ കണ്ടു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു തരാം ഒരു കുഞ്ഞു ചെറിയൊരു ക്ലിപ്പ്. അങ്ങനെയാണല്ലേ? അതെ. ഇപ്പം കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ബാക്കി ആരും ജിൻഡോ ചേട്ടൻ അടുക്കൽ അങ്ങനെ നിൽക്കുന്നില്ല എന്നൊക്കെ. ഞാൻ കണ്ടിരുന്നു സായി, നന്ദന ഇവരൊക്കെ എയർപോർട്ടിൽ വെച്ച് ജിൻഡോ ചേട്ടന് കൈ കൊടുക്കുന്നു ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ അൻസിബ വരുന്നുണ്ടായിരുന്നു. അൻസിബൊക്കെ കുറെ നേരം ജിൻഡോ ചേട്ടൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പോയത്. പക്ഷെ എപ്പോഴും ഋഷി പുള്ളിയുടെ കൂടെ ഉണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല. എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ, നല്ല മനസ്സിന് ഉടമയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഋഷി എന്ന് പറയുന്ന വ്യക്തി. നമ്മൾ കണ്ടതാണത് ആ ഒരു ഹൗസിൽ വെച്ച്. എന്തുകൊണ്ടാണ് ഒരു ഗെയിം എന്ന് പറഞ്ഞ ഒരു സാധനവും ഇല്ല ഋഷിയുടെ. പക്ഷെ എന്തുകൊണ്ട് അവസാനം വരെ നിന്നു? ജനങ്ങളുടെ വോട്ട് കൊണ്ട്. എന്തുകൊണ്ട് ജനങ്ങൾ വോട്ട് കൊടുത്തു? അവന്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടുകൊണ്ട്. സോ ഒരു നല്ലൊരു മനസ്സുള്ള ഒരുത്തനവൻ. അങ്ങനെയുള്ള അവന് മാത്രമേ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയോട് നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയും കള്ളത്തരങ്ങളും പരിപാടികളും എല്ലാം ഉള്ള ഒരാളാണ്. ഒരിക്കലും ഒരു BB മെറ്റീരിയൽ ആണോ ജിൻഡപ്പൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പറയില്ല പുള്ളി ഒരു BB മെറ്റീരിയൽ ആണെന്ന്. കാരണം പുള്ളിക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഗെയിം കളിക്കാനൊന്നും അറിയില്ല. ചില ആൾക്കാർ പറയുന്നുണ്ട് ഭയങ്കരമായിട്ട് ഗെയിം. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ഒരു നല്ല മനസ്സുള്ള ഒരു വ്യക്തിയാണ് പുള്ളി. അത് നമ്മൾ പല രീതിയിൽ നമ്മൾ കണ്ടതാണ് അവിടെ. പുള്ളിയുടെ കയ്യിലുള്ള മിസ്റ്റേക്സ് എല്ലാം പുള്ളി മാറ്റി ലാസ്റ്റ് വരെ നിന്നു. അതുകൊണ്ടാണ് പുള്ളി വോട്ടിങ്ങിലൂടെ കയറി വന്നത്. അതുകൊണ്ട് തന്നെ ജിൻഡപ്പന് പറ്റിയൊരു വ്യക്തി ഋഷിയാണെന്നാണ് എനിക്ക് തോന്നിയത്. ഇന്ന് ഫുള്ള് ആ ഒരു നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് രണ്ടുപേരും ഒന്നിച്ചു. അപ്പോഴൊക്കെ ഞാനിത് കാണുമ്പോൾ ഞാനിത് ആലോചിച്ചിട്ടിരുന്നത് പുള്ളി ഇടയ്ക്ക് അവനെ പറ്റത്തുള്ളൂ എന്ന് വെച്ചിട്ട് ഋഷി സംസാരിക്കുന്നതൊക്കെ ജിൻഡോ ചേട്ടൻ സംസാരിക്കാൻ പറ്റണമെന്നില്ല. ഒന്നും പറ്റത്തില്ല. ജിൻഡോ ചേട്ടൻ എനിക്കറിയാൻ പാടില്ല ഇനിയിപ്പോ ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ. കാരണം പുള്ളി സംസാരിക്കുമ്പോൾ മിസ്റ്റേക്സ് വരുന്നുണ്ട്. അതൊരിക്കലും ഞാൻ കണ്ടു വെച്ചിട്ടുണ്ടല്ലോ, അത് പുള്ളിയുടെ തെറ്റല്ലത്. സംസാരിക്കുമ്പോൾ തെറ്റ് ആർക്കാണ് വരാത്തത്? എല്ലാവർക്കും വരും. പുള്ളിക്ക് പിന്നെ കൂടുതൽ തെറ്റുകൾ വരുന്നതും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങൾ വീണു പോകുന്നത് വേറൊന്നും കൊണ്ടല്ല. പുള്ളിക്ക് അങ്ങനെ ഒരു ക്രൗഡിനോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാനൊന്നും പുള്ളിക്ക് പറ്റത്തില്ല. അത് പുള്ളിയുടെ ഒരു ജീവിതത്തിന്റെ ഒരു എങ്ങനെയാ പുള്ളി പറയുമ്പോഴത്തേക്ക് പുള്ളി ഒരുപാട് അനുഭവിച്ചു വന്നൊരു വ്യക്തിയാണ്. പുള്ളിക്ക് ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ ജോലിക്ക് പോയൊരു വ്യക്തിയാണ്. പുള്ളിക്ക് അതുകൊണ്ട് തന്നെ അത്രയ്ക്കും വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, മനസ്സിലാക്കണം. പക്ഷെ വിദ്യാഭ്യാസമുള്ള പലരും ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ പുള്ളി ഉണ്ടാക്കി. അതാണ് ജീവിതാനുഭവം. അത് പുള്ളിക്ക് നന്നായിട്ടുണ്ട്. അത് മതി. ഈ ലോകത്ത് ജീവിക്കാൻ എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അല്ലാതെ ഇന്നത്തെ ഒരു കാലത്ത് ഭയങ്കര വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ ജീവിക്കാൻ പറ്റൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇച്ചിരി ലോകപരിചയം എന്നൊരു സാധനം വേണം. അതുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ.
അത് പുള്ളിക്കുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ചില ചേട്ടന്മാരിപ്പം എനിക്ക് കുറച്ചുപേര് കമന്റ് ഒക്കെ ഇട്ടെ, സിജോ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തൊക്കെയോ ജിൻഡോനെ പറ്റി പറയുന്നത് വീഡിയോകൾ വന്നില്ലേ, എന്താണ് റിയാക്ട് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു, റിയാക്ട് ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ച്. സത്യം പറഞ്ഞാൽ ഞാനത് ചെയ്യാത്തതാ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് സിജോയെ പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. എന്നെ സംബന്ധിച്ച് സിജോ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ബിഗ് ബോസ് സീസൺ 6 ഏറ്റവും വലിയ മരമണ്ടൻ, ഒരു പൊട്ടൻ എന്ന് ഞാൻ സിജോയെ വിളിക്കത്തുള്ളൂ. കാരണം വേറൊന്നും കൊണ്ടല്ല, സിജോ എന്ന് പറയുന്ന വ്യക്തി ആദ്യമേയൊക്കെ നന്നായിട്ട് നിന്നൊരു വ്യക്തിയായി. ഇടയ്ക്ക് ഒരു ഇടിയും കിട്ടി പുറത്തുപോയി വീണ്ടും കയറി വന്നു. ഈ കയറി വന്നപ്പം സിജോയ്ക്ക് പറ്റിയ ഒരു പണി എന്താന്ന് വെച്ചാൽ, സിജോ കയറി പിടിച്ചത് വൈൽഡ് കാർഡിൽ വന്ന ഒരു കണ്ണാപ്പിയെ. ആ കണ്ണാപ്പിയാണെങ്കിൽ കണ്ണാപ്പിയുടെ വേറൊരു സാധനമൊക്കെ ഞാനത് കണ്ടു. കണ്ണാപ്പി മറ്റേ അഭിഷേക് ജയദീപിനെ പറ്റി പറയുന്നതൊക്കെ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാനത് ചെയ്യണ്ടെന്ന് വിചാരിച്ചില്ല. കാരണം കുറെ പേര് എന്നോട് പറയുന്നത് എന്തിനാ എപ്പോഴും ഈ കണ്ണാപ്പി തന്നെ ചൊറിഞ്ഞോണ്ടിരിക്കുന്നത്, വിട അവനെ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്ത കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഇനിയും ഞാൻ അവനെ പറ്റി പറയണോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറയുക, കമന്റ് ബോക്സിൽ ഇടുക, ഞാൻ അപ്പൊ ആ വീഡിയോ ചെയ്യും. കണ്ണാപ്പി അഭിഷേകിനോട് ഒരു കാര്യം പറഞ്ഞേക്ക് ഇന്ന് കുറച്ച് വൈറലായി കിടപ്പുണ്ട്. മറ്റേ പോയി അർജുനുമായിട്ടൊരു മറ്റേ പരിപാടി നടത്തി ഗെയിം കളിക്ക്, ട്രയാങ്കിൾ ഗെയിം എടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവരാരാണ് ഇവരിതൊക്കെ പറയാൻ? ഞാനത് ആലോചിച്ചത്, ഇവനെന്ത് മണ്ടത്തരം അവിടെ കാണിച്ചു വെച്ചേക്കുന്നത്. എന്നിട്ട് അവൻ ബാക്കിയുള്ളവരെ ഉപദേശിക്കാനും ബാക്കിയുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാനും നടക്കുക. അവൻ കാണിക്കുന്നതൊക്കെ ഞാൻ ഒന്നും പറയുന്നില്ല. സോ അങ്ങനെ ഒരു വ്യക്തിയുടെ കൂടി ഗെയിം നശിപ്പിച്ച അല്ലെങ്കിൽ ഒരു മണ്ടനായി പോയ ഒരു വ്യക്തിയെ പറ്റി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അവൻ എന്തെങ്കിലും പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കാതിരിക്കുക. സിജോയൊക്കെ പറയുന്നത് ഇതുവഴി കേട്ട് ഇതുവഴി അങ്ങ് വിടും, അതാ നല്ലത്. കാരണം അവനൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അവൻ എന്താ ഉള്ളത്? കൂടെ നിന്ന ഒരാളെ കുറ്റം പറയാനും അയാൾ PR കൊണ്ടാ ജയിച്ചത്. 100% ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി നല്ല രീതിയിൽ PR കളി കളിച്ചിട്ടുണ്ട്. അത് പുള്ളിയുടെ തല, മനസ്സിലായോ? എന്നാലും PR ചെയ്യാണോ? ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, PR ചെയ്യാം. PR ചെയ്താൽ തന്നെ ജനങ്ങൾക്ക് ഇഷ്ടം കൂടെ നമുക്കിപ്പോ ഞാൻ കുറെ ഇപ്പൊ ഇങ്ങനെ ജിൻഡോ എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. എന്ന് വെച്ചിട്ട് എനിക്ക് പുള്ളിയെ ഇഷ്ടപ്പെട്ടാലല്ലേ ഞാൻ വോട്ട് കുത്തത്തുള്ളൂ. അതും കൂടെ ഈ PR മറ്റേ പൊക്കി പിടിച്ച് നടക്കുന്നവരെന്ന് അറിഞ്ഞാൽ കൊള്ളാം. നമുക്ക് ഇഷ്ടപ്പെടണം, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം ആ വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ വോട്ട് കുത്തുള്ളൂ. അല്ലാതെ ഫുള്ള് ഇപ്പൊ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ജിൻഡോയെ പൊക്കി പിടിച്ച് കുറെ നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് വോട്ട് ചെയ്യാൻ പോകത്തില്ല. എനിക്കങ്ങനെ തോന്നുന്നില്ല. എന്തായാലും ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് സിജോ പറഞ്ഞതൊന്നും ഞാനെടുത്ത് വെക്കത്തൊന്നുമില്ല. നേരെ മറിച്ച് പൂജ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു കേട്ടോ. ഈ ഒരു സീസണിൽ നിന്നായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഫൈനൽ വരെ എത്തുകയും ചെയ്തേനെ. ചിലപ്പോൾ ജിൻഡോ ചേട്ടൻ ഇരിക്കുന്ന കപ്പ് പൂജയുടെ കയ്യിൽ ഇരുന്നേനെ. എനിക്ക് അങ്ങനെ തോന്നിയ ഒരൊറ്റൊരാള് പൂജയാണ് ഈ ഒരു സീസണിൽ. ഇല്ലെങ്കിൽ പിന്നെ സിബിൻ ഉണ്ടായിരുന്നെങ്കിൽ. ഇവരല്ലാതെ വേറെ ആരെയും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. പൂജ അടിപൊളിയാണ്. പൂജയുടെ മെന്റാലിറ്റി ഈസ് ലൈക്ക് പെർഫെക്റ്റ്. പൂജ ഇന്ന് 1-2 കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ മോൺസ്റ്റർ കുഞ്ഞിന്റെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. ആദ്യമേ നമുക്ക് പൂജയിലേക്ക് ഒന്ന് പോവാം. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരട്ടെ. പൂജയുടെ ഇന്റർവ്യൂവിന് മുന്നേ ഒരു കാര്യം കാണിച്ചു തരാം, അല്ലെങ്കിൽ ഞാൻ ഇത് വിട്ടുപോകും. ഈ ഒരു ഫോട്ടോ കണ്ടോ നിങ്ങള്? നമ്മുടെ ട്രിവാൻഡ്രത്ത് ചേച്ചി ഒന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ചേച്ചിക്ക് ആ ചേട്ടൻ, ഇപ്പൊ ഫോട്ടോ എടുക്കുന്ന ചേട്ടനുണ്ടല്ലോ, ആ ചേട്ടനൊക്കെ ചെന്ന് മാല ഇട്ട് കൊടുക്കുന്നു. മറ്റേ തലയിൽ മറ്റെന്താ, അത് ആ ചേട്ടന്റെ വൈഫാന്ന് തോന്നുന്നു, ബാക്കിൽ നിൽപ്പുണ്ട്. ആ ചേച്ചി മറ്റേ തലയിൽ വെക്കുന്ന മറ്റെന്താ ഈ ക്രൗൺ പോലത്തെ സാധനമില്ല, അതൊക്കെ കൊണ്ടുവെക്കുന്നു. ഇവരാരിത്? സത്യം പറഞ്ഞാൽ എനിക്കൊരു ഡൗട്ട് വന്നു. ഇവരെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. കാരണം ഇതിന് മാത്രം ഒന്ന് ഫാൻ ആയോ ജാസ്മിന്റെ? എനിക്ക് അറിഞ്ഞുകൂടാ. വാട്ടവർ, ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ, അത് അവരുടെ ഇഷ്ടം. പക്ഷെ എന്തായാലും ചിലപ്പോ എനിക്ക് ഡൗട്ട് വരാൻ കാരണം വേറെ ഒന്നുമല്ല. ഞാൻ കണ്ടിട്ടുണ്ട് പേഴ്സണലി, ആരുടെ പേരും ഞാൻ പറയത്തില്ല. പക്ഷെ ഒരു കണ്ടസ്റ്റന്റ് ഈ ഒരു ബിഗ് ബോസ് സീസണിൽ നിന്ന് പുറത്തു വന്നപ്പോ എയർപോർട്ടിൽ വെച്ച് കുറെ ആളുകൾ കൂടി മാലയൊക്കെ ഇട്ട് കൊടുക്കുന്ന കണ്ടു. അപ്പൊ അതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ആ ആൾക്കാരെയൊക്കെ പൈസ ചില്ലറ കൊടുത്ത് നിർത്തിയതായിരുന്നു എന്നൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടു. എനിക്ക് അറിയത്തില്ല സത്യമാണോ എന്ന്, നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ കേട്ടു, ഇങ്ങനെ ഒരു സാധനം കേട്ടോണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. പ്രത്യേകിച്ച് ജാസ്മോളുടെ കേസൊക്കെ ആയതുകൊണ്ട് അങ്ങനത്തെ വല്ല ഏർപ്പാടുമാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് പൂജയുടെ 1-2 കാര്യത്തിലേക്ക്, പൂജ പറയുന്ന 1-2 കാര്യത്തിലേക്ക് പോവാം. ഇതാ കണ്ടോളൂ. ഒരുപാട് സ്ഥലത്ത് ചിലപ്പോൾ പ്രേക്ഷകർക്ക് അങ്ങനെ ഇതല്ല അല്ലെങ്കിൽ ഇതാണ് തോന്നിയെങ്കിൽ ഇപ്പം ഫിനാലേക്ക് വോട്ടിങ്ങിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു ക്ലാരിറ്റി വരുത്തിയിരുന്നു. അപ്പോൾ അതോടെ ആ ഒരു പ്രശ്നം മാറി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എന്തായാലും ജയിച്ച കണ്ടസ്റ്റൻ്റ് ജിൻഡോ ചേട്ടനാണ്. അപ്പോൾ നമുക്കറിയാം സീസണിൻ്റെ തുടക്കം മുതലേ ജിൻഡോ എന്നുള്ളൊരു പേര് ഭയങ്കരമായിട്ട് സപ്പോർട്ട് കയറി വന്നൊരു പേരാണ്. സീസണിൻ്റെ തുടക്കം മുതലേ ബാക്കി വരുന്ന കണ്ടസ്റ്റൻ്റ് പേര് ഗ്രാജുവലി കയറി വന്ന സപ്പോർട്ടാണ്. അപ്പോൾ തുടക്കം തൊട്ടേ ജനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ജിൻഡോ. അപ്പോൾ അതുപോലെ തന്നെ നല്ലൊരു ഗെയിമറാണ്, നല്ല രീതിക്ക് ഗെയിം കളിക്കുന്ന ഒരാളാണ്. സോ ഹാപ്പിയാണ്. പൂജ പറയുന്നത് നല്ലൊരു ഗെയിമർ ആണെന്നാണ്. നല്ലൊരു ഗെയിമർ ചിലപ്പം
ആയിരിക്കാം. ഞാൻ അതിനെ ആ ഒരു കാര്യത്തിന് ഞാൻ ഒരുപാട് ഗെയിമർ എന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല. കാരണം ജിനോ ചേട്ടൻ കുറെ കള്ളത്തരങ്ങൾ കാണിച്ചിട്ട് അതാണ് പുള്ളിയുടെ ഗെയിം, അതാണ് കള്ളത്തരങ്ങൾ വഴി ഉള്ളത്. ചിലപ്പോൾ കള്ളത്തരം കാണിക്കും, ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ കാണിച്ചതാ, ഞാൻ കള്ളം പറഞ്ഞ തീർന്നു. ആ ഒരു ഗെയിമിനോട് ഓക്കെ, അതൊരു ഗെയിം ആണെങ്കിൽ അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് നല്ലൊരു ഗെയിം ആയിരുന്നു. പക്ഷെ അതല്ലാതെ രീതിയിൽ ഭയങ്കര ഗെയിം ഇതിന് മുമ്പ് ഞാൻ കണ്ടതുപോലെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇവിടെ. പിന്നൊരു കാര്യമുണ്ട് പൂജ പറയുന്നത്, ആദ്യം തൊട്ടേ ജിൻഡോ ചേട്ടന് ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നോ? എനിക്ക് അറിയത്തില്ല കേട്ടോ. കാരണം ഞാൻ ആദ്യമേയൊക്കെ കണ്ടിട്ടുണ്ട് കുറെ പേര്, ലൈക്ക് ഞാൻ എന്റെ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഒന്ന് ഈ പുള്ളി കുറെ വാക്കുകൾ സ്ത്രീകളുടെ നേരത്തെ തീർന്ന ഒരു പരിപാടിയൊക്കെ കാണിച്ചപ്പോൾ അത്രയ്ക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു പുള്ളിയോട്. പക്ഷേ ഗ്രാജുവലി ഇപ്പൊ പൂജ പറയുന്നുണ്ട് ബാക്കിയുള്ളവർക്ക് ഗ്രാജുവലി വന്നതാണെന്ന്. അതുപോലെയാണ് എനിക്ക് ജിൻഡോ ചേട്ടനെ തോന്നുന്നത്. മെല്ലെ മെല്ലെ വന്നതാണ് പുള്ളിയുടെ ഒരു ക്യാരക്ടർ ചേഞ്ച് കണ്ടാണ് എനിക്ക് പുള്ളിയോടൊക്കെ ഇഷ്ടം വരുന്നത്. കാരണം പുള്ളി ആദ്യമേ തെറി പറയുക, സ്ത്രീകളുടെ നെഞ്ചത്ത് കയറുന്നൊരു വ്യക്തി മെല്ലെ മെല്ലെ ആ ഒരു പരിപാടി നിർത്തി. അത് കണ്ടുകൊണ്ടാണ് എനിക്കൊക്കെ പേഴ്സണലി ഇഷ്ടം വന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ആദ്യമൊന്നും എനിക്ക് അത്ര എന്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. എനിക്ക് ആദ്യമേ അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പിന്നെ മെല്ലെ മെല്ലെ ഐ ഫീൽ ലൈക്ക് ഹീ ഈസ് ബെറ്റർ. ലൈക്ക് ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഹീ ഈസ് ബെറ്റർ എന്നൊരു സാധനം എനിക്ക് തോന്നി. ബാക്കി ഇപ്പം ജനങ്ങൾ കാണുന്നൊരു പരിപാടിയാണല്ലോ ബിഗ് ബോസ്. അപ്പോൾ അതിനകത്ത് ജാസ്മിനാണ് ലീഡ് ചെയ്യുന്നത്. ബാക്കി ഇത്രയും കണ്ടസ്റ്റൻസ് അവിടെ ഉണ്ടായിരുന്നു, ഇത്രയും കണ്ടസ്റ്റൻസ് അവിടെ കണ്ടന്റ് കൊടുത്തിരുന്നു. അപ്പോൾ ആദ്യം തൊട്ടേ ജാസ്മിനാണ് ലീഡ് ചെയ്തുകൊണ്ട് പറഞ്ഞാൽ ആദ്യം തൊട്ടേ ജാസ്മിനാണ് സപ്പോർട്ട് കയറി വരുന്നതായിരുന്നു. പക്ഷേ ആദ്യം തൊട്ട് ജിൻഡോ ചേട്ടനാണ് സപ്പോർട്ട് കയറി വന്നിരുന്നത്. നമ്മളെല്ലാവരും കണ്ട കാര്യമാണ്. അപ്പോൾ ജിൻഡോ അവിടെ പെർഫോം ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇത് അവരുടെ ജഡ്ജ്മെൻ്റ് അല്ല, ഇത് അത്രയും കൂട്ടം ജനങ്ങൾ കൂടെ ചേർന്നെടുക്കുന്ന ഒരു തീരുമാനമാണ്. അപ്പോൾ അതിലിപ്പം ജാസ്മിനാണ് കൂടുതൽ കണ്ടന്റ് തന്നിരുന്നെങ്കിൽ ജാസ്മിൻ ഒബ്വിയസ്ലി വിന്നറായേനെ. അപ്പോൾ എന്ത് കണ്ടന്റ് തരുന്നു അല്ലെങ്കിൽ എങ്ങനത്തെ രീതിക്കാണ് അത് പുറത്ത് വരുന്നതെന്നുള്ളൊക്കെ മാറ്ററാണ്. അപ്പോൾ അതൊക്കെ ജനങ്ങളുടെ ഇഷ്ടത്തിലാണ് നടക്കുന്നത്. ഞാൻ ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് എനിക്ക് പൂജ എന്ന് പറയുന്നത്. കാരണം പൂജയ്ക്ക് അറിയാം, പൂജ പറയുന്ന ഓരോത്തിലും ഓരോ കാര്യങ്ങളുണ്ട്. കാരണം പൂജ ഇപ്പൊ പറയുന്ന പോലെ ലൈക്ക് ജനങ്ങൾക്ക് എന്താണ് ഇപ്പം കണ്ടന്റ് കൊടുക്കുന്നതിലല്ല കാര്യം. ജാസ്മിന്റെ കേസ് മാത്രം നോക്കിയാൽ മതി. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കണ്ടന്റ്, ഞാൻ അത് തന്നെ പറയും, ഏറ്റവും കൂടുതൽ കണ്ടന്റ് തന്നിരുന്ന ഒരു വ്യക്തിയായ തന്നെയാണ് ജാസ്മിൻ. പക്ഷെ ആ കണ്ടന്റ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടും കൂടെ നോക്കണം. കാരണം നമ്മളാണ് വോട്ട് കൊടുക്കുന്നത്. ജാസ്മിൻ തരുന്ന കണ്ടന്റ് പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല, മനസ്സിലായില്ലേ? ചാനലിന്റെ TRP ചാനൽ ഭയങ്കരമായിട്ട്, ഞാൻ ഇന്നലെ നിങ്ങളോട് എപ്പിസോഡിന്റെ റിവ്യൂ, ഗ്രാൻഡ് ഫിനാലയുടെ റിവ്യൂ ചെയ്തപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലെ രാത്രിയിലത്തെ എപ്പിസോഡിൽ റിവ്യൂവില്. അതായത് കഴിഞ്ഞ സീസണെക്കാട്ടിലും 60% വോട്ടിംഗ് ഇൻക്രീസ് ആയിരിക്കുന്നത് ഈ ഒരു സീസണിൽ. അത് ചെറിയൊരു കാര്യമൊന്നുമല്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷം കഴിയുമ്പോഴത്തേക്ക് മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുക. സോ മേന്മയല്ല, മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുക അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ. കാരണം 60% കൂടിക്കുന്ന ആൾക്കാർ വോട്ടിങ്ങിലൊക്കെ. സോ അത്രയ്ക്ക് ആൾക്കാർ കൂടുന്നുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോഗ്രാം ഈ ഒരു സീസണിന്റെ ഒരു ഗുണം കൊണ്ടൊന്നല്ല, ജാസ്മിൻ എന്ന് പറയുന്ന ആൾ തന്ന കണ്ടന്റ് കൊണ്ടാണ്. പക്ഷെ ആ കണ്ടന്റ് ജാസ്മിന് നല്ലതല്ലായിരുന്നു. ജാസ്മിൻ അത് ഭയങ്കര മോശവുമായിരുന്നു. നമ്മൾ കാണുന്ന ആൾക്കാർക്ക് എന്തായിരുന്നു, അവര് തെറി പറയാൻ വേണ്ടി കൂടുതൽ ഇവളുടെ കണ്ടിട്ട് ഇവളുടെ തെറി പറയാൻ വേണ്ടിയിട്ട് മാത്രം, അങ്ങനെ എനിക്ക് പറയാൻ തോന്നുള്ളൂ. ഇവളുടെ കുറെ കാട്ടാൻ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു മനുഷ്യന്മാർക്കുള്ളൊരു സാധനമാണ്. നമുക്ക് ഏതാണോ ഇഷ്ടപ്പെടാത്തത് നമ്മൾ കൂടുതൽ അതിനകത്തോട്ട് ഫോക്കസ്ഡ് ആവും, അല്ലേ? നമ്മളത് വിട്ടുകളയരുത്. നമ്മൾ പിന്നെ അത് കണ്ടുകൊണ്ടിരുന്ന അതിനെ കുറ്റം പറയും. സോ അതാണ് അവിടെ സെല്ലിംഗ് പോയിന്റ് ആയത്. സോ പൂജ പറയുന്ന കാര്യം, പൂജ അതാണ് പറയുന്നത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പൂജ ഓരോ ജിൻഡോ ചേട്ടന്റെ കേസിലാണെങ്കിലും പൂജ പറയുന്നത്. പക്ഷെ ജിൻഡോ ചേട്ടന്റെ കേസിൽ മാത്രം പറഞ്ഞതേ ഉള്ളൂ. ആദ്യം തൊട്ട് അതെനിക്ക് അറിയാൻ പാടില്ല. ആദ്യം തൊട്ട് അത്രയ്ക്ക് ഭയങ്കര ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന്. പക്ഷെ പുള്ളിയുടെ ആ ഒരു ചേഞ്ച് ഓവർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജാസ്മിന്റെ ജാസ്മിന്റെ കാര്യത്തിൽ ലൈക്ക് പൂജ പറയുന്നത് അതാണ് കറക്റ്റ്. എനിക്ക് അങ്ങനെ തോന്നി. ജാസ്മിൻ കണ്ടന്റ് ഉണ്ടാക്കിയാലല്ല കാര്യം, അതെങ്ങനെ ജനങ്ങളിലേക്ക് എത്തി, അതത്ര നല്ല രീതിയിലല്ല. നല്ല രീതിയിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ചിലപ്പോ ഒരു ഫേസ്റ്റ് റണ്ണർ ഒക്കെ ആയിട്ട് മാറിയേനെ. അർജുന്റെ ഇതിലേക്ക് കയറി വന്നേനെ. ഞാൻ അറിഞ്ഞെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ലാസ്റ്റ് ഈ വോട്ടിങ്ങിന്റെ ഒരു പരിപാടി നടക്കുമ്പോൾ പോലും ജാസ്മിൻ മുന്നിലായിരുന്നു അർജുനെക്കാട്ടിലും. ജാസ്മിന് വീഴ്ച വന്നത് എവിടെയാണെന്നറിയാവോ? എപ്പോൾ ഗബ്രി വീണ്ടും അതിനകത്തോട്ട് കയറിയോ, അവൻ ആ റീ എൻട്രി വഴി കയറി പിന്നെ മറ്റേ പരിപാടി അങ്ങ് തുടങ്ങി. അവിടെ ജാസ്മിൻ വീണ്ടും തകർന്നു, കരച്ചിലായി, വീഴ്ചയായി. ജനങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് ആ 2 ദിവസം ഭയങ്കരമായി TRP റേറ്റിംഗ് കൂടി. പക്ഷെ ആൾക്കാർക്ക് എന്താ, അവളെ ഇഷ്ടപ്പെടാതായി. അതുകൊണ്ട് അവളുടെ വോട്ട് കുറഞ്ഞു. ഇതാണ് സംഭവിച്ചത്. എന്തായാലും ഇനിയിപ്പോ നമ്മുടെ മോൺസ്റ്റർ ചേച്ചി പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ അധികം ഒന്നും കേൾപ്പിക്കുന്നില്ല, കുറച്ചേ ഉള്ളൂ. ഒന്ന് കണ്ടു നോക്കാം, ഇതിൽ നമുക്ക് സംസാരിക്കാം. സീസൺ 6 കഴിഞ്ഞിരിക്കുകയാണ്. ജിൻഡോ ചേട്ടൻ വിന്നറായി. അങ്ങനെ പറയാം.
അങ്ങനെ തോന്നി. നോറയ്ക്ക് PR ഉണ്ടായിരുന്നു. ഇല്ല അവിടെ ബിഗ് ഷോയിൽ ഒരു ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ച ഒരാളായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്താണോ അങ്ങനെ ആയിപ്പോയതാണോ? അങ്ങനെ ആയതാണ്. അങ്ങനെ സ്ട്രാറ്റജി യൂസ് ചെയ്തൊന്നുമില്ല. മൊത്തത്തിൽ ഫൈനലിൽ എങ്ങനെ വിലയിരുത്താം? ഫൈനലിന് അതിപ്പോ നമുക്കിപ്പോ പുറത്തെ നോക്കുമ്പോൾ PR അത് ഇതൊക്കെ പറയുകയാണെങ്കിലും ആ 100 ദിവസം അവരവിടെ നിൽക്കുന്നു പറഞ്ഞത് അത് നമ്മള് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. സോ ആ 5 പേരിൽ ആര് വിന്നർ ആവുകയാണെങ്കിലും എന്താ പറയാ, ദേ ഡിസേർവ് ഇറ്റ്. ആ ഒരു രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലാസ്റ്റ് ഈ ഒരു 100 ദിവസം നിൽക്കുന്ന 5 പേരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സമ്മതിക്കേണ്ട ഒരു കാര്യം തന്നെ. 100 ദിവസമൊക്കെ അതിനകത്തിരിക്കുക, ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. അതിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ക്ലാപ്സ് നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ നോറ പറയുന്ന ഒരു കാര്യം, PR-ന്റെ ജിൻഡോ ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ജയിച്ചത് PR കൊണ്ടാണ് എന്ന് നോറ പറയുന്നു. ഉള്ളത് കാര്യം ഞാനും അങ്ങ് പറഞ്ഞേക്കാം. നല്ല രീതിയിൽ ജിൻഡോ ചേട്ടന് PR വർക്ക് നടന്നിട്ടുണ്ട്. ഇല്ല എന്ന് ഞാനിവിടെ പറയുന്നില്ല, നടന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ, ഞാൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു, എത്രയൊക്കെ PR ചെയ്താലും ആ ഒരു വ്യക്തിയെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും കൂടെ വേണം. കാരണം ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്. ഈ ഏതൊരു ചാനലിൽ ഇപ്പൊ ഞാൻ പറയാനൊരു കാരണം എന്താണെന്നറിയോ, ഏതൊരു വീഡിയോ ഇട്ടാലും അതിനകത്ത് ജിൻഡോ ചേട്ടൻ എന്ന് പറഞ്ഞ ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. കുറെ പേര് പ്രോപ്പർ ആയിട്ടുള്ള ആളുകളുണ്ട്, ജിൻഡോ ചേട്ടൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്, കുറെ അതല്ലാത്തതുണ്ട്, PR ചേട്ടന്മാർ ചെയ്യുന്നതുമുണ്ട്. അപ്പം PR ചേട്ടന്മാർക്ക് ഇങ്ങനെ എല്ലായിടത്തും കൊണ്ട് ജിൻഡോ ചേട്ടൻ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ വോട്ട് കൊടുക്കുന്നത് ജനങ്ങളാണ്. ഈ ഒരു സാധനം എപ്പോഴും കണ്ടെന്നും പറഞ്ഞ് വോട്ട് കൊടുക്കണമെന്നില്ല, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം. അതും കൂടെ ഉണ്ട്, അതൊരു പോയിന്റ് ആണ്. അത് നോറക്കുട്ടിക്ക് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു കാര്യം കൂടെ ഉണ്ട്. അല്ല ഒന്ന് വെറുതെ ഒന്നും PR ചെയ്തോണ്ട് മാത്രം. അങ്ങനെയാണെങ്കിൽ ജാസ്മിൻ ഒരു സൈഡിൽ കൂടെ നല്ല PR നടന്നതല്ലേ, എന്തേ കേറാഞ്ഞത്? കാരണം ആ കുട്ടിയെ അത്രയ്ക്ക് അങ്ങോട്ട് ആളുകൾക്ക് പിടിച്ചില്ല, മനസ്സിലായില്ലേ? അവരുടെ കുറെ ആക്ടുകൾ നമുക്ക് ദഹിച്ചില്ല, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് കേറിയില്ല. അപ്പൊ ഇതൊക്കെയാണ്. എന്തായാലും ഇപ്പം എത്തി, ജിൻഡോ ചേട്ടനും എത്തി, ബാക്കി എല്ലാവരും എത്തി. പിന്നെ സിജോ, ഞാൻ അതുകൊണ്ടാണ് കേട്ടോ സിജോനെ പറ്റി ഒന്നും ഇടാത്ത. അവൻ പറഞ്ഞ് എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ അവനൊരു ഒരു വില കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്റെ അങ്ങ് പോയി അത് പോകാൻ കാരണം അവൻ കളിക്കാൻ കൂടെ പിടിച്ച ടീമിന്റെ ആണ്. ആ ഒരു ടീമിനെ പിടിച്ച് വെറുതെ നാട്ടുകാരുടെ രാഗം കേട്ടി ഉമ്മ ഉള്ള കളിയും കളഞ്ഞ് അപ്പം വിട്ടുകളയുന്നതാണ് നല്ലത്. അത് പോട്ടെ, എന്തായാലും ഒരു സൈഡിൽ കൂടെ. പിന്നെ ആ ചേട്ടൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ കൂടെ നിന്ന ടീം നല്ല ടീം, അകത്ത് കയറിയിട്ട് ബാക്കിയുള്ളവരെയൊക്കെ കളി പഠിപ്പിക്കുക. ഇങ്ങനെ കളിക്കണം, ട്രയാങ്കിൾ കളിക്കണം. എന്നിട്ട് അയാളെന്തോ കളിച്ചു, അയാൾ ട്രയാങ്കിളാന്ന് തോന്നുന്നു, മറ്റേ 3 പേരെ വിളിച്ച് കളിക്കാൻ നോക്കിയത്. പക്ഷെ അത് വെറുതെ പോയി. 3 പേരെ വിളിച്ചിട്ട് ലാസ്റ്റ് 3 പേരും കൂടെ അവസ്ഥയായി പോയി. എന്തായാലും അത് പോട്ടെ, പറച്ചിൽ മാത്രമേ ഉള്ളൂ, അന്നേ കൊണ്ടല്ലാതെ വലിയ ഗുണമൊന്നുമില്ല. അതെനിക്ക് നല്ല വ്യക്തമായിട്ട് എനിക്ക് തോന്നുന്നു അത്യാവശ്യം കേരളത്തിലുള്ള എല്ലാവർക്കും, കേരളത്തിലെന്നല്ല ബിഗ് ബോസ് കാണുന്ന എല്ലാവർക്കും, പുറത്തുള്ള ആളുകൾക്കാണെങ്കിലും മനസ്സിലായിട്ടുണ്ട്. അതായത് ഇവൻ ഇത്രേ ഉള്ളൂ എന്നുള്ളൊരു സാധനം എനിക്കത് പ്രോപ്പറായിട്ട് മനസ്സിലായി. അപ്പോ ബിഗ് ബോസ് ഇനി എന്തെങ്കിലുമൊക്കെ കോൺട്രവേഴ്സീസ് വരികയാണെങ്കിൽ നമ്മൾ ചെയ്യും. ഞാൻ ഇന്നുണ്ടല്ലോ വേറൊരു വീഡിയോ കൂടെ ചെയ്യണമെന്ന് സത്യം പറഞ്ഞാൽ വിചാരിച്ചിങ്ങനെ ഇരുന്നതാണ്. ഞാനത് ഷൂട്ട് ചെയ്ത് വെച്ചു. പക്ഷെ ഞാനത് ഇന്ന് ഇടുന്നില്ല. എനിക്കത് ഇന്ന് ഇടാനായിട്ട് എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ നമ്മളെല്ലാം വീഡിയോ ചെയ്യുന്നത് ഒന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്താ, ഇപ്പം ബിഗ് ബോസ് ഒക്കെ ചെയ്തത് നിങ്ങൾക്കൊരു റിയാക്ഷൻ, നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ. അതിനകത്ത് കുറെയൊക്കെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളായിരിക്കും. എന്ന് വെച്ചാൽ എല്ലാം നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുമായിരിക്കും. അതപ്പോൾ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുന്നവരുണ്ട് കേട്ടോ, ഒരുപാട് പേര്. അവർക്ക് എന്റെ ആദ്യമേ തന്നെ ഒരു താങ്ക്സ് ഉണ്ട്, അങ്ങനെ മനസ്സിലാക്കുന്നവര്. കാരണം എന്റെ പെർസ്പെക്റ്റീവ് വേറെ, അവരുടെ പെർസ്പെക്റ്റീവ് വേറെ, ചിലതൊക്കെ ഡിഫറെന്റ് ആയിട്ട് വരും. അത് മനസ്സിലാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോ ഞാനെന്താ പറഞ്ഞു വന്നത്, അപ്പം അയ്യോ ഞാൻ പറഞ്ഞു വന്നത് സത്യം പറഞ്ഞാൽ വിട്ടുപോയല്ലോ. അപ്പൊ ഒരു വീഡിയോ ഞാൻ ചെയ്തു വെച്ചേക്കുന്നത്, ഞാനത് നാളെ ഇടാം. നാളെ ഞാൻ ഇടുന്നുള്ളൂ. കാരണം ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, ഞാൻ ആ പോയിന്റിൽ നിന്ന് പോയി കേട്ടോ. സത്യം പറഞ്ഞാൽ വിട്ടുപോയി. ഞാനത് വേറെന്തോ അതിന്റെ ഇടയ്ക്ക് ചിന്തിച്ചു പോയി. നിങ്ങളോട് ഈ കഥ പറയുന്നതിന്റെ ഇടയ്ക്ക് സംഗതി അപ്പൊ വേറൊന്നുമല്ല. എല്ലാവരും ഇത് ചെയ്യുന്നത്, ഞാനാണെങ്കിലും ചെയ്യുന്നത്, അറ്റ് ലാസ്റ്റ് ക്യാഷ് എന്ന് പറയുന്ന ഒരു സാധനം കൂടെ ഉണ്ട്. ഞാനുള്ളത് നിങ്ങളോട് ഉള്ള പോലെ പറയുകയാണ്. നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ ഐ എം സോറി. പൈസ എന്നൊരു സാധനം കൂടെ ഉണ്ട് ഇതിനകത്ത്. പക്ഷേ ഞാൻ പൈസ മാത്രമല്ല ഈ ഒരു സാധനം വഴി കാണുന്നത്. എനിക്ക് ഇച്ചിരി ഉള്ളിൽ മനുഷ്യത്വം, ഞാൻ ഭയങ്കര ഇമോഷണലി വീക്കാണ്. എനിക്കത് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ചിലപ്പോൾ ഞാനൊക്കെ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടിയിലൊക്കെ പോയ എന്റെ മോനെ 3-ാം ദിവസം കരഞ്ഞു പോയി ഇറങ്ങി ഓടും. അതെനിക്കറിയാം, അത് വേറെ കാര്യം. ഞാനൊന്നും അവിടെ അത്ര വലിയ ഇതൊന്നും ആണെന്ന് പറയത്തില്ല.
അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഇമോഷണൽ എത്തിക്സ് പരിപാടികൾ ഞാനത് കീപ്പ് ചെയ്തിട്ട് എന്തൊക്കെയാണെങ്കിലും വീഡിയോ ചെയ്യുള്ളൂ. അപ്പൊ ഇന്ന് ഞാൻ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന വീഡിയോ ഇടാൻ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. കാരണം ആ ഒരു കാര്യം ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത് എനിക്ക് ഒരുപാട് നിങ്ങളോട് എനിക്ക് പറയാനുള്ള കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട് ആ ഒരു വീഡിയോയിൽ. പക്ഷെ അത് ഇന്ന് വേണ്ട. അത് ഞാൻ ഇന്നത് എനിക്ക് വിറ്റ് കാശാക്കാൻ എനിക്ക് എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. നാളെ ഞാൻ രാവിലെ ആ വീഡിയോ ഇടും. നിങ്ങൾ എല്ലാവരും അത് കാണണം. അതെല്ലാവരും ഈ ഒരു സൈബർ സ്പേസിൽ നിൽക്കുന്ന എല്ലാവരും അത് കണ്ടിരിക്കേണ്ട ഒരു വാർത്ത ഇന്ന് വന്നതാണ്. ഞാൻ എനിക്കത് കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. എനിക്ക് അതിനകത്ത് കുറെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അതാണ് ആ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നാളെ എന്തായാലും രാവിലെ അത് വരും. നിങ്ങൾ എല്ലാവരും അത് കാണണം. നിങ്ങളത് മനസ്സിലാക്കണം ഞാനത് പറയുന്ന കാര്യം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയുന്ന എന്തെങ്കിലുമൊക്കെ എന്റെ ഒരു പ്രസന്റേഷൻ രീതി ചേഞ്ച് ചെയ്യണം എന്ന് എല്ലാവരും കൂടെ എൻ്റെ അടുക്ക് വന്ന് പറയരുത്. കുറെ പേരൊക്കെ പറയുന്നത്, 1-2 പേര് അവിടെ ഇടയിട്ട് പറയുന്നത് കേട്ടു പ്രസന്റേഷൻ രീതി ഒന്ന് മാറ്റ്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ മാറ്റാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേർക്ക് ഈ ഒരു സ്റ്റൈൽ ഇഷ്ടമാണ്. അപ്പൊ അവരെ ഞാൻ സംതൃപ്തിപ്പെടുത്തുവോ, നിങ്ങൾ പറഞ്ഞു വെച്ച് ഞാൻ മാറ്റുവോ, ചേഞ്ച് ചെയ്യണോ, അങ്ങനത്തെ ഒരു കൺഫ്യൂഷനിലേക്ക് ഞാനും പോകുന്നു. അപ്പൊ എനിക്ക് ഞാൻ ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് തന്നെ ഞാൻ ചെയ്യാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതല്ലാതെ ഞാൻ വേറെയൊക്കെ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ അത് ബോറായി പോവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ എനിക്ക് മനസ്സിലായി നിങ്ങൾ ആ പറഞ്ഞതിന്റെ ഒരു പൊരുള്. ഞാൻ ചില കാര്യങ്ങളിൽ ഞാൻ ഭയങ്കര കോമിക് ആക്കുന്നു, ചിലത് സീരിയസ് ആക്കുന്നു. അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ അതായിരിക്കും കുറെ പേര് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ എന്റെ കോമഡി ഒന്നും വർക്ക്ഔട്ട് ആവുന്നില്ലായിരിക്കും, അതായിരിക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ മാത്രമേ അങ്ങനെ ഒരു കോമിക് സ്റ്റൈലിലേക്ക് പോകാൻ എനിക്കും ഇൻട്രസ്റ്റ് ഉള്ളൂ. എനിക്ക് ഇപ്പം ചില ടോപ്പിക്കുകൾ എടുക്കുമ്പോൾ അതിനെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അതിനെ എനിക്ക് ഒരിക്കലും കോമഡിയിലേക്ക് കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ മറ്റേ ഉളത്തരം കാണിച്ച് അങ്ങനെയൊന്നും ചെയ്യാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെ ചെയ്യുന്ന ഒരാളും അല്ല ഞാൻ. അപ്പൊ എന്തായാലും നാളത്തെ വീഡിയോകൾ, ഇനി അങ്ങോട്ട് വരുന്ന വീഡിയോകളെല്ലാം നിങ്ങൾ കാണുക. ബിഗ് ബോസിന്റെ എന്തെങ്കിലും കോൺട്രവേഴ്സീസ് ഒക്കെ വരികയാണെങ്കിൽ അതും ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ.